ഇന്ന് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ദൂത് വിശ്വസ്തതയെക്കുറിച്ചാണ്. ദ പാത്വേ ടു ഗ്രേറ്റ്നെസ് ഇൻ ഗോഡ്സ് കിങ്ഡം. ദൈവരാജ്യത്തിലെ വലിയ മൂല്യമാണ് വിശ്വസ്തത. ഇംഗ്ലീഷിൽ ഫെയ്ത്ത്ഫുൾനെസ് പാത്വേ ടു ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ ഉന്നതിയിലേക്ക്, ഉയർച്ചയിലേക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴിയാണ് വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അവന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നവനാണെന്ന് നാം വിശ്വസിക്കണം. Without faith it is impossible to please God. അപ്പോൾ നാണയത്തിന്റെ ഒരു സ്റ്റൈലാണ് വിശ്വാസം. ദൈവരാജ്യത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശക്തിയാണ്. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, ദൈവരാജ്യത്തിൽ നാം പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിന്റെ കരസ്പർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വിശ്വാസം വളരെ ആവശ്യമാണ്. Faith is a powerful force in the kingdom of God. ദൈവരാജ്യത്തിലെ വലിയ ശക്തിയാണ് വിശ്വാസം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം മൊത്തം വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. എന്താണ് വിശ്വാസം? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പോൾ ദൈവം വിശ്വാസത്തിന്റെ ദൈവം, God is a God of faith. ദൈവം ചലിക്കുന്നത്, ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്നത് വിശ്വാസത്തിലാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ നാം പ്രവർത്തിക്കണമെങ്കിൽ we must have the God kind of faith. ദൈവത്തിനുള്ളതുപോലെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ ദൈവത്തിന് സംശയമില്ല, അതുണ്ടാകും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാണ് ദൈവം. ആ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് വിശ്വാസത്തിലാണ്. ദൈവരാജ്യത്തിൽ വലിയ ശക്തിയാണ്. അത് മലകളെ നീക്കാൻ ശക്തിയേറിയ ഒരു കാര്യമാണ്. Faith can move mountains. നോഹ വിശ്വാസത്താൽ പെട്ടകം പണി. കാണാത്ത കാര്യത്തെ, സ്തോത്രം, മഴ വരും എന്ന് കർത്താവ് ദൈവം പറഞ്ഞപ്പോൾ താൻ കണ്ടിട്ടില്ല, പക്ഷെ തനിക്ക് അരുളപ്പാടുണ്ടായി, ഞാൻ ഭൂമിയെ നശിപ്പിക്കുവാൻ, ന്യായവിധി നടത്തുവാൻ മഴ പെയ്യ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടില്ല. 120 വർഷം താൻ കാണാത്ത ആ കാര്യത്തെ, ദൈവം പറഞ്ഞ ആ വാക്കിനെ വിശ്വസിച്ചു 120 വർഷം വരെ. ചുറ്റുമുള്ളവർ പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്താണോ? 1-2 വർഷത്തെ കാര്യമല്ല, 120 വർഷത്തോളം ദൈവത്തിന്റെ വചനം വന്നു, ദൈവം സംസാരിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം, സ്തോത്രം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് അവന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. By faith Noah, being warned of God of things not seen as yet, moved with fear, prepared an ark for the saving of his house, by which he condemned the world and became the heir of righteousness. വിശ്വാസത്താൽ 120 വർഷം കാണാത്ത കാര്യത്തെ തന്റെ കൺമുമ്പിൽ കണ്ടതുപോലെ താൻ അങ്ങനെ ചലിച്ച്, താൻ അങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് താൻ പെട്ടകം പണിഞ്ഞു. ഹല്ലേലൂയ. ന്യായവിധിയുടെ വെള്ളം ഭൂമിയിൽ വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, നോഹ പറഞ്ഞത് സത്യമാണ്. Faith causes you to do the impossible. അസാധ്യതകളെ ചെയ്യുവാൻ നമ്മെ ശക്തീകരിക്കുന്നത് എന്താണ്? വിശ്വാസമാണ്. ഹല്ലേലൂയ. 33-34 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. വിശ്വാസത്താൽ എന്ത് ചെയ്യാൻ കഴിയും? അവർ രാജ്യങ്ങളെ അടക്കി. അതുകൊണ്ടാണ് വിശ്വാസം ദൈവരാജ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വീര്യം കാണുകയില്ല, നമ്മുടെ പ്രാർത്ഥനകൾക്ക് റിസൾട്ട് കാണുകയില്ല. It's the prayer of faith that moves God. It is faith that can subdue kingdoms. It is faith that can run righteousness. You can obtain promises and stop the mouth of lions by the force of faith. 33-ാമത്തെ വാക്യം വായിക്കാം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദാനം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. They were made strong, they waxed valiant in fights and turned to flight the armies of Hades. Wow. Just like faith moves mountains, faithfulness is a pathway for greatness in God's kingdom. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവൻ വിശ്വസ്തനായതുകൊണ്ടാണ്. Because God is faithful, we can operate in faith. If God was not faithful, we cannot operate in faith. അതുകൊണ്ട് നാണയത്തിന്റെ മറ്റൊരു സൈഡാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, വിശ്വസ്തത. അത് ദൈവരാജ്യത്തിന്റെ വലിയൊരു മൂല്യമാണ്. It's a great virtue and value in the kingdom of God. If you want to be great in the kingdom of God, you must be a faithful person.
great is thy faithfulness. നിന്റെ വിശ്വസ്തത വലുതാകുന്നു, അത് തലമുറയോളം നീണ്ടു നിൽക്കുന്ന ഒന്നാകുന്നു ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാം ഭാഗം. ഹല്ലേലൂയ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. The one who is calling you is faithful and he will do it. പൗലോസ് അപ്പോസ്തലൻ സഭാമക്കളോട് പറയുക, വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അന്ന് ഭയങ്കര പീഡനമായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പറയുന്ന പോലെ സ്തോത്രം, യേശുവിനെ വിശ്വസിച്ചാൽ, യേശുവാണ് ദൈവം രാജാവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ റോമ ഗവൺമെന്റിന്റെ എതിരെ സംസാരിക്കുക. റോമ ഗവൺമെന്റ് പറയുന്നു സീസറാണ് ദൈവം, യേശുവാണ് ദൈവം, യേശുവാണ് കർത്താവ്, that Jesus is Lord എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ്, പ്രശ്നമാണ്, പീഡനമാണ്. അപ്പൊ അതിന്റെ മധ്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിച്ചു തരും. ഇത് ആരെങ്കിലും ഭാരത്തോടും നിങ്ങളുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്കൊന്ന് പറയാം, എന്നെ വിളിച്ച ദൈവം. ഒരുപക്ഷെ താങ്കളുടെ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്കായിരിക്കാം വന്നത്, കുടുംബത്തിൽ നിന്ന് എല്ലാവരും താങ്കളെ തള്ളിയ ഒരു അവസ്ഥയിലായിരിക്കാം, വിഷയത്തിന്റെ മധ്യത്തിൽ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. പക്ഷെ ഇന്ന് എന്തോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വിരൽ ചൂണ്ടി താങ്കളോട് പറയുകയാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കും. അവൻ പറഞ്ഞതാ അവൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാ, അവന് മാറ്റം വരികയില്ല. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-ാമത്തെ വാക്യം. സ്തോത്രം. 33-ാം അധ്യായത്തിൽ മോശ ദൈവത്തോട് പറയുക, ദൈവമേ എനിക്ക് നിന്റെ മഹത്വം കാണണം. മഹത്വം കണ്ട ഒരു മനുഷ്യനാണ് മോശ. 10 ബാധകൾ, 10 അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്ത് സ്തോത്രം ജനലക്ഷങ്ങളെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നവനാണ് മോശ. ചെങ്കടൽ വിഭജിച്ച് തന്റെ ജനത്തെ അക്കരെ കടത്തിയവനാണ് മോശ. പക്ഷെ മോശയുടെ കൊതി തീർന്നിട്ടില്ല. മോശ പറയുക, ദൈവമേ എനിക്ക് നിന്റെ മഹത്വം കാണും, show me your glory. അപ്പൊ അതിന് മധ്യത്തിൽ മോശെ, ഞാൻ നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാം, പാറയുടെ പിളർപ്പിൽ ഞാൻ നിന്നെ മറയ്ക്കും, എന്റെ കൈ കൊണ്ട് മറയ്ക്കും, നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഞാൻ അവിടെ കൂടെ കടന്നു പോകും, ഞാൻ നിന്നെ എന്റെ മഹത്വം കാണിക്കാം മോശ. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം പാറയുടെ പിളർപ്പിൽ നിന്ന് ദൈവം മോശയ്ക്ക് ദൈവത്തിന്റെ മഹത്വം കാണിക്കുക. പക്ഷെ ദൈവം കടന്നുപോയി, മോശയുടെ മുമ്പിൽ കൂടെ ദൈവം കടന്നുപോയി. അപ്പോൾ കടന്നുപോയപ്പോൾ യഹോവയായ ദൈവം കടന്നുപോയി എന്ന് മാത്രമല്ല, ചില കാര്യം പറയുവാൻ ഇടയായിത്തീർന്നു. അത് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-ാം വാക്യത്തിൽ യഹോവ അവന്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചത്, and the Lord passed by before him and proclaimed, the Lord God merciful and gracious, long suffering and abundant in goodness and truth. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നന്മയാണ്, ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ മനസ്സലിവാണ്, അവന്റെ നന്മയാണ്, അവന്റെ സത്യമാണ്. അതിന് മധ്യത്തിൽ പൊങ്ങി വരുന്ന ഒരു കാര്യമാണ് വിശ്വസ്തനായ ദൈവം. ഐ ആം എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഇറ്റ്സ് ദ ക്യാരക്ടർ ആൻഡ് ദ നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവമാണ്, ദൈവത്തിന്റെ ഗുണമാണ് വിശ്വസ്തത എന്ന് പറഞ്ഞ ആ മൂല്യത്തിൽ പണിതിരിക്കുന്ന ഒരു രാജ്യമാണ്. The kingdom of God is built on the character and the nature and the foundation of faithfulness, because God is faithful. His nature is faithful. His character is faithful. Hallelujah. ദൈവം വിശ്വസ്തനാണെന്ന് പറയുമ്പോൾ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. എവിടെയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് ഇപ്പൊ നമ്മൾ വായിച്ചു. വാഗ്ദത്തം ചെയ്ത ദൈവം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ റോമ ചക്രവർത്തിയുടെ അതികഠിനമായ പീഡനം ഭവനങ്ങൾ നശിപ്പിച്ചു കളയുന്നു, ആൾക്കാരെ സ്തോത്രം കൊളോസ്യത്തിൽ കൊണ്ടുവന്ന് കത്തിച്ചു കളയുന്നു. മഹാപീഡനത്തിന്റെ മധ്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവജനത്തോട് പറയുകയാണ്, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. Let us hold fast to the profession of our faith without wavering, for he is faithful who has promised. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ തന്നെ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മളെ അവിടെ കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം പറഞ്ഞാൽ, ഒരു വാഗ്ദത്തം തന്നാൽ പകുതി ഇട്ടിട്ട് പോകുന്ന പരിപാടി നമ്മുടെ ദൈവത്തിനില്ല. അത് അവന് നിവർത്തിക്കുക തന്നെ ചെയ്യും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഇസ്രായേൽ മക്കൾക്ക് സ്തോത്രം വീണ്ടും മോശ അവരെ ഗുണദോഷിക്കുകയാണ്. മോശയുടെ സീസൺ കഴിഞ്ഞു, അടുത്ത ബറ്റാൻ മാറി യോശുവയുടെ കയ്യിൽ കൊടുത്തു പോകുവാൻ സമയമായി. അപ്പോഴും മോശയുടെ ഹൃദയത്തിൽ അറിയാം, ഈ ജനം ഞാൻ പോയി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വഷളത്തിലേക്ക് പോകും, വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോകും, പഴയ ദുഷ്ടതയിലേക്കൊക്കെ പോകും. അപ്പോൾ ആവർത്തനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യം അത് മോശയുടെ ഒരു പാട്ടാണ്. ആ പാട്ട് താൻ പാടുകയാണ്. 5-ാമത്തെ വാക്യം, ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും, ഭൂമി എന്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. 4-ാമത്തെ വാക്യം. അവൻ അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം,
അവന്റെ വഴികളൊക്കെയും ന്യായം. അവന്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം. അവൻ വിശ്വസ്തതയുള്ള ദൈവം. വ്യാജമില്ലാത്തവൻ. വ്യാജമില്ലാത്തവൻ. നീതിയും നേരുമുള്ളവൻ തന്നെ. നമ്മുടെ ദൈവമാണ്. അവൻ പാറയായ ദൈവമാണ്. അവന്റെ പ്രവൃത്തികളെല്ലാം അത്യുത്തമമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവനിൽ കള്ളത്തരം ഇല്ല, വഞ്ചനയില്ല, വ്യാജമില്ല. അവൻ വിശ്വസ്തന. അവന്റെ വഴികളിലെല്ലാം അവൻ നീതിമാനാണ്. ഹല്ലേലൂയ. വാവ്. അതാണ് നമ്മുടെ ദൈവം. അതാണ് അവന്റെ സവിശേഷത. അതാണ് അവന്റെ സ്വഭാവം. ആമേൻ. 36-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തോട് കൂടെ ചേർന്ന് നടന്ന ദാവീദ് ദൈവത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു ഭാഗമാണ്. നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം ഉയർന്നിരിക്കുന്നു. Thy mercy, O Lord, is in the heaven. Thy steadfast love, O Lord, is in the heavens, and thy faithfulness reacheth unto the clouds. Yes. യഹോവേ, നിന്റെ ദയ ആകാശത്തോളം. യഹോവേ, സാക്ഷ്യമാണ്. നിന്റെ ദയ ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ്. നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. അവന് പറയാനുണ്ട്, ദൈവത്തിന്റെ വിശ്വസ്തത മേഘങ്ങളോളം. അത് വലുതാ, അത് ഉയർന്നിരിക്കുന്ന, അത് അവന്റെ സ്വഭാവത്തിന്റെ ഒരു വലിയ സവിശേഷതയാണ്. അതുകൊണ്ട് നമുക്ക് അവനെ വിശ്വസിക്കാം. നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും. നമുക്ക് സമാധാനത്തോടെ സ്വസ്ഥതയോടെ. ദൈവം വിശ്വസ്തനല്ലോ. നമ്മുടെ വിശ്വസത്തിനൊക്കെ നീക്കുപോക്കുണ്ടാകും. ഹല്ലേലൂയ. നാം വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല, ആകുലപ്പെടേണ്ട ആവശ്യമില്ല, ഡിപ്രഷന്റെ ആവശ്യമില്ല. എന്റെ ദൈവം വിശ്വസ്തനല്ലേ. ആമേൻ. ഹല്ലേലൂയ. വിലാപഗീതങ്ങൾ 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം തൊട്ട് നമുക്കൊന്ന് വായിക്കാം. രാജ്യങ്ങൾക്ക് പ്രവാചകനായി വിളിക്കപ്പെട്ട യെരമ്യാവിന്റെ പുസ്തകമാണ് വിലാപഗീതങ്ങൾ. രാജ്യങ്ങൾക്ക് പ്രവാചകനാണ്. He is a weeping prophet. കണ്ണുനീരിന്റെ പ്രവാചകനാണ്, കരയുന്ന പ്രവാചകനാണ്. രാജ്യങ്ങൾക്ക് തന്റെ യൗവന സമയത്ത് ദൈവം ഇടപെട്ട് പ്രായത്തിൽ പ്രവാചക ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയതാ. തന്റെ ദേശമാണ്, തന്റെ രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ഇസ്രായേൽ ജനമെല്ലാം എന്താ? അവരുടെ സ്വന്തം ഇഷ്ടത്തിനും പോകുകയാണ്. സ്വന്തം താല്പര്യങ്ങളാണ്. ദൈവത്തിൽ നിന്ന് മാറുകയാണ്. പ്രവാചകൻ ശക്തമായി പ്രവചിക്കുന്നു, പക്ഷെ തിരസ്കരിക്കപ്പെടുകയാണ്, മുറിവേൽക്കപ്പെടുകയാണ്, കാരാഗ്രഹത്തിൽ അടഞ്ഞു കിടക്കുകയാണ്. ആരും വിശ്വസിക്കുന്നില്ല പറയുന്നത്. രാജ്യങ്ങളുടെ പ്രവാചകൻ കണ്ണുനീര് വാർക്കുക തന്റെ ജനത്തിനു വേണ്ടി, ഇസ്രായേലിന് വേണ്ടി, ദൈവഭവനത്തിനു വേണ്ടിയൊക്കെ കണ്ണുനീര് വാർക്കുന്ന the weeping prophet with a heart rending, ഹൃദയങ്ങളെ കീറി മുറിക്കുന്ന ഒരു മെസ്സേജാണ്. 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ പ്രവാചകന്റെ ആ വേദന നമുക്കത് മനസ്സിലാകാം. രമ്യമാര ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവാചകന് സ്തോത്രം. 5 തരം ശുശ്രൂഷകൾക്കൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്ന യഥാർത്ഥമായ ഒരു അപ്പോസ്തലൻ, യഥാർത്ഥമായ ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ആ ദൗത്യത്തിലേക്ക് കയറി നിൽക്കുന്ന ദൈവദാസന്മാരുടെ ജീവിതം എപ്പോഴും ഗ്ലാമർ ഉള്ളതല്ല. അവർ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അതിൽ എതിർപ്പുകൾ ഉണ്ടാകും. യിരെമ്യാവിന്റെ വാക്കുകൾ, റിമെമ്പറിംഗ് മൈൻ അഫ്ലിക്ഷൻ ആൻഡ് മൈ മിസ്റ്ററി, ദ വോംവേർഡ് ആൻഡ് ദ ഗോൾ. നീ എന്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. ഓർത്ത് നോക്കിയ ഇതാരാ സംസാരിക്കുന്നത്? രാജ്യങ്ങളുടെ പ്രവാചകനായ യിരെമ്യാവ്, the weeping prophet, കണ്ണുനീര് വാർക്കുന്ന പ്രവാചകനാണ്. വേദന ദൈവത്തോട് പറയുക. 20-ാമത്തെ വാക്യം, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ എപ്പോഴും അവയെ ഓർത്ത് ഉരുകിയിരിക്കുന്നു. ഉരുകുകയാ, കരയുകയാണ്. പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ അവിടെ മാറുകയാണ്. തൻ്റെ വേദനകളുടെയും പ്രശ്നങ്ങളുടെയും സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് പ്രവാചകൻ ആരാണ്? താൻ സാഹചര്യങ്ങളെ അല്ല, താൻ ആത്മമണ്ഡലത്തെ ദർശിക്കുന്നവനാണ്. താൻ ദൈവത്തെ ദർശിക്കുന്നവനാണ്. തൻ്റെ ചെവി ദൈവത്തിന്റെ ശബ്ദത്തിനും തൻ്റെ കണ്ണ് ദൈവത്തിന്റെ ചലനങ്ങൾക്കും തുറന്നിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തൻ്റെ വേദനകളുടെ മധ്യത്തിൽ താൻ ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ, ദൈവത്തിന്റെ പരിശീലനത്തിൽ കൂടെ പക്വത പ്രാപിച്ച ഒരു ശുശ്രൂഷകന്റെ പ്രത്യേകതയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന്റെ അടിയിലല്ല, സ്വത്രം അതെല്ലാം കുടഞ്ഞ he rises because he stands in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അഭിഷിക്തൻ, ഒരു പ്രവാചകൻ, ഒരു ശുശ്രൂഷകൻ. 21-ാമത്തെ വാക്യം, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. ഇത് ഞാൻ ഓർക്കും. സാഹചര്യം വളരെ വിഷയകരമാണ്, കണ്ണുനീരാണ്, കാഞ്ഞിരവും വേദനയും ഒക്കെയാണ്. പക്ഷെ ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. എന്താ ഞാൻ ഓർക്കുന്നത്? എന്താ ഞാൻ എന്റെ മനസ്സിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് എനിക്ക് പ്രത്യാശയും വിശ്വാസം ഉണ്ടാകുന്നത്? യിരെമ്യാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വഴിയാണ്, ദൈവത്തിന്റെ ഒരു വഴിയാണ്. 22-ാമത്തെ വാക്യം, നാം മുടിഞ്ഞു പോകാതിരിപ്പാൻ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. It is of the Lord's mercies that we are not consumed, because his compassions fail not. അത് രാവിലെ തോറും പുതിയതും, അത് രാവിലെ തോറും പുതിയതും, നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. നിന്റെ വിശ്വസ്തത വലുതുമാകുന്നു. എന്റെ കണ്ണുനീരും പ്രയാസവും വിഷമവും കാരാഗ്രഹത്തിന്റെ അനുഭവവും ദുഃഖത്തിന്റെ മധ്യത്തിലൊക്കെ വിഷമിച്ച് നിരാശപ്പെട്ട് എന്ത് ദൈവമേ, എന്താ ദൈവമേ, എന്താ ദൈവമേ എന്ന് ചോദിക്കുന്ന ആ പ്രതലത്തിൽ നിന്ന് ഞാൻ എന്റെ മനസ്സിലേക്ക് ഞാൻ വിളിച്ച് വരുത്തി ഓർക്കുന്നത് എന്താ? അങ്ങനെയാണ് എന്റെ ഉള്ളിൽ സ്തോത്രം പ്രത്യാശ വർദ്ധിക്കുന്നത്. ഞാൻ എന്താ ഓർക്കുന്നത്? Your steadfast love. 22-ാമത്തെ വാക്യം, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ.
Because of your steadfast love, we're not consumed. His compassions, they fail not. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും. They are new every morning. നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അവന്റെ കരുണ നാൾ തോറും പുതിയതായി വരുന്ന. ആമേൻ. അത് രാവിലെ തോറും പുതിയതായി വരുന്നതാണ് അവന്റെ കരുണ. വിശ്വസ്തത വലുതാകുന്നു. ഹല്ലേലൂയ. Great is thy faithfulness. 24ാമത്തെ വാക്യത്തിൽ യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. എന്റെ ഉള്ളം പറയുന്നു. ദൈവം എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശിക്കുന്നു. 25ാം വാക്യം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. യഹോവ നല്ലവൻ. അവനെ കാത്തിരിക്കുന്നവർക്ക് യഹോവ നല്ലവൻ. എന്താ കാരണം? അവന്റെ വിശ്വസ്തത വലുതാകുന്നു. അവന്റെ വിശ്വസ്തത വലുതായതുകൊണ്ട് നീ യഹോവയിൽ കാത്തിരുന്നാൽ, നീ യഹോവയിൽ തന്നെ പ്രത്യാശിച്ചാൽ, നീ യഹോവയെ തന്നെ അന്വേഷിച്ചാൽ, വാക്ക് പറഞ്ഞവൻ അത് നിവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 18ാം അധ്യായം അടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് ലൂക്കോസ് 18 ഒരു ന്യായാധിപന്റെയും ഒരു വിധവയുടെയും ഒരു ഉപമ. സ്തോത്രം. ഒരു സത്യം കൊണ്ടുവരികയാണ്. അതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ് 8ാം വാക്യത്തിൽ കർത്താവ് പറയുക, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ? അപ്പോൾ കാലം അതിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ ദൈവം എന്താ അന്വേഷിക്കുന്നത്? മനുഷ്യപുത്രൻ എന്താ അന്വേഷിക്കുന്നത്? വിശ്വാസം കാണുമോ? ജനം വിശ്വസിക്കുകയോ? ദൈവം പറഞ്ഞ് മടുത്തു പോകാതെ, നിരന്തരമായി വിട്ടുകൊടുക്കാതെ, ദൈവം പറയുന്ന കാര്യം അത് നടക്കോളം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നിരന്തരമായ പ്രാർത്ഥനയെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് എടുക്കുന്നത്. അപ്പം വിട്ടുകൊടുക്കാതെ, മടുത്തു പോകാതെ, നിരന്തരമായി ഒരു വാഗ്ദത്തം നിവൃത്തിയാകുന്നവർ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? ഇന്ന് പ്രാർത്ഥിച്ചു, ഒരു വർഷം പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ ഇത് നടക്കുവോ ഇല്ലയോ? അതല്ല വിശ്വാസം. ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. 120 വർഷം നോയയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത്, 25 വർഷം എബ്രഹാമിന് ഒരു വാഗ്ദത്തത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത്, അവരുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായി. കർത്താവ് ചോദിക്കുക, യേശു ചോദിക്കുക, രണ്ടാമത് ദൈവം കർത്താവ് കടന്നു വരുമ്പോൾ, മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ വിശ്വാസം കാണുമോ? അതുപോലെ തന്നെ രണ്ടാമത് മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ അന്ത്യസമയങ്ങളുടെ പ്രത്യേകതയാണ്, സ്തോത്രം, അവിടെ വിശ്വസ്തത കാണുമോ? The book of Revelation chapter 19 verse 11. വെളിപ്പാട് പുസ്തകം 19ാം അധ്യായം 11ാം വാക്യത്തിൽ സ്തോത്രം, കർത്താവ് രണ്ടാമത് വരികയാണ്. അനന്തരം സ്വർഗം തുറന്നതും ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേര്, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും. സ്തോത്രം. അടുത്ത വാക്യം ജസ്റ്റ് അതിന്റെ ആരംഭം. യെസ്. അവന്റെ കണ്ണ് അഗ്നിജ്വാല. അവന്റെ കണ്ണ് അഗ്നിജ്വാല എന്ന് പറയുക. യേശു രണ്ടാമത് വരുമ്പോൾ ഒരു കുതിരപ്പുറത്ത് കയറിയ വരുന്നത്, അവന്റെ കണ്ണിൽ നിന്ന് തീ വരികയാണ്. 11ാമത്തെ വാക്യം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നു. I saw heaven open and behold a white horse, and there was one sitting upon him who was called faithful and true. കർത്താവിന്റെ പുറത്ത് എഴുതിയിരുന്നത് എന്താ? Faithful and true. വിശ്വസ്തനും സത്യവാനും. ഹല്ലേലൂയ. അപ്പോൾ അന്ത്യകാലങ്ങളിൽ ദൈവം വിശ്വാസമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ദൈവം വിശ്വസ്തതയുണ്ടോ എന്നും കൂടെ അന്വേഷിക്കുകയാണ്. എന്താണ് ഈ വിശ്വസ്തത? ഈ വചനത്തിൽ കൂടെയൊക്കെ ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ഗുണം, ദൈവത്തിന്റെ സ്വഭാവം, സവിശേഷത നാം കേട്ടു. What is faithfulness? What does faithfulness mean? എന്താണ് ഈ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ? അത് ബൈബിളിന്റെ ലാംഗ്വേജിൽ, വേദ പഠനത്തിൽ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ the unchangeableness of God, the immutability of God. മലാക്കിയുടെ പുസ്തകം 3ാം അധ്യായം 6ാം വാക്യം അവിടെ പറയുന്നു, For I am the Lord, I change not. അപ്പോൾ വിശ്വസ്തത എന്ന് പറയുമ്പോൾ ആ വാക്ക് സുപരിതമാണ്. പക്ഷെ എന്താണ് ഈ വിശ്വസ്തത അർത്ഥമാക്കുന്നത്? ദൈവം വിശ്വസ്തനാണെന്ന് പറയുമ്പോൾ it speaks about his unchangeableness and immutability. അപ്പോൾ ദൈവം പറയും, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. I the Lord changeth not. എന്റെ വാക്ക് മാറ്റാത്തവനാണ്, എനിക്ക് മാറ്റമില്ലാത്തവനാണ്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, പക്ഷെ എന്റെ വാക്കുകൾക്ക് ഇന്ന് പറഞ്ഞ നാളെ മാറ്റി പറയുന്നതല്ല വിശ്വസ്തത. ഇന്ന് ഇങ്ങനെ പറഞ്ഞു നാളെ അത് മാറ്റി പറയുന്നത്, അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ദൈവത്തിന്റെ സ്വഭാവ സവിശേഷത എന്താ? He is unchangeable and immutable. ദൈവത്തിന് വ്യതിയാനങ്ങളില്ല, ചേഞ്ചുകളില്ല. He is unchangeable and immutable. എബ്രായർക്കെതിരെ 13ാം അധ്യായം 8ാം വാക്യം യേശുവിനെ കുറിച്ച് പറയുന്നു, യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. He is the same. അവൻ ഇന്നലെ ചെയ്തത് ഇന്ന് ചെയ്യും, ഇന്ന് ചെയ്തത് നാളെയും ചെയ്യും. His word is unchanging. He is unchanging because he is faithful. ഇന്നലെ അവൻ സൗഖ്യമാക്കിയെങ്കിൽ ഇന്നും അവൻ സൗഖ്യമാക്കും. ഇന്നലെ അവൻ അനുഗ്രഹിച്ചെങ്കിൽ ഇന്നും അവൻ അനുഗ്രഹിക്കും. ഇന്നലെ അവൻ മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ അവൻ ഇന്നും മരിച്ചവരെ ഉയർപ്പിക്കും. ഇന്നലെ അവൻ ശാപം തകർത്തുവെങ്കിൽ ഇന്നും അവൻ ശാപം തകർക്കും. ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല. അതാണ് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ, വാക്ക് മാറാത്തവൻ, ലാസ്റ്റിംഗ് ലോയലിറ്റി.
എന്താണ് ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൂറ് മാറാത്തവൻ, അന്ത്യത്തോളം ലോയലായി. ദാറ്റ്സ് ദ വേർഡ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവം അങ്ങനെയാ. ഇന്ന് നമ്മളോട് ഉടമ്പടി ഉണ്ടാക്കി, ഞങ്ങൾ കൊള്ളതില്ല, മാറ്റിയേക്കും. അല്ല, എബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും തലമുറകൾ. ദാവീദിന്റെ സിംഹാസനമാണ്. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്, പക്ഷെ ഒത്തിരി കുറവുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ ദാവീദിനോട് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കി. എബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കി. അപ്പോൾ ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. ഇസ് ലാസ്റ്റിംഗ് ലോയൽറ്റി. ഹി ഈസ് കോൺസ്റ്റന്റ്. ആ വാക്കാണ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി. ശീമോനെ പത്രോസാക്കി മാറ്റുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ആടി ഉലഞ്ഞ് അങ്ങോട്ട് ഒരു കാറ്റ് വരുമ്പോൾ അങ്ങോട്ട് ആടുന്നു, പിന്നെ ഒരു കാറ്റ് വരുമ്പോൾ ഇങ്ങോട്ട് ആടുന്നു. സ്ഥിരതയില്ലാത്ത ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയാണ്. നാം ദൈവമായ ഒരു കോൺടാക്റ്റിൽ വന്നാൽ, പരിശുദ്ധാത്മാവുമായ ഒരു കോൺടാക്റ്റിൽ വന്നാൽ, ദൈവത്തിന്റെ സ്വഭാവമായ ഒരു ആഴമായ ഒരു കോൺടാക്റ്റിൽ വന്നാൽ, പിന്നെ then there is a constancy and a consistency. They are steadfast. ഉറച്ചിരിക്കുക. വികാരങ്ങളിൽ ഇങ്ങനെ ആടി ഉലഞ്ഞ്. No, faithfulness means വികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കണ്ടാലും കണ്ടില്ലെങ്കിലും, ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് ദൈവം. Resolute എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്താൽ ഉറച്ചു നിൽക്കുന്നവനാണ്. Hallelujah. Firm in allegiance, permanence, സത്യസന്ധ, true hearted. ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് വിശ്വസ്തത പുലർത്തുന്ന, being true hearted. വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, സാഹചര്യങ്ങൾ വിപരീതമായി വരുമ്പോൾ, കൊടുങ്കാറ്റുകൾ വരുമ്പോൾ, when the going gets tough, they do not quit. വിശ്വസ്തത എന്ന് പറയുമ്പോൾ വിഷയങ്ങളും പ്രശ്നങ്ങളും കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ വിട്ടിട്ട് പോകുന്നതല്ല വിശ്വസ്തത. ഒരു കുടുംബത്തിൽ ഭയങ്കര വിഷയമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വിഷയമാണ്, അങ്ങോട്ട് വഴക്ക് ഇങ്ങോട്ട് വഴക്ക്, അങ്ങോട്ട് ആശയക്കുഴപ്പമാണ്. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയുടെ പ്ലസും മൈനസും ഒക്കെ മനസ്സിലാക്കി അതൊക്കെ ഉൾക്കൊണ്ട് ആ ബന്ധത്തിൽ പിടിച്ചു നിൽക്കുന്നു. That's faithfulness. That's faithfulness. രണ്ട് പറഞ്ഞ് മൂന്നാമത്തെ എനിക്ക് പറ്റത്തില്ല. They're not resolute. When the going gets tough, വിഷയങ്ങളും പ്രശ്നങ്ങളും കഠിനമാകുമ്പോൾ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ ഈ സെമിനാർ, ഫാമിലി സെമിനാറുകളിൽ അല്ലെ, വിവാഹ ശുശ്രൂഷകളിലൊക്കെ ബ്രേക്കപ്പ്. അതിന്റെ കാരണം എന്താ? We don't know what faithful. വിശ്വസ്തത എന്താണെന്ന് നമുക്കറിയത്തില്ല. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. മനുഷ്യർക്ക് പരിചയമുള്ളതെല്ലാം എന്താ? അവിശ്വസ്തതയാണ്. ഹല്ലേലൂയ. എല്ലാം നല്ല ഗുണം പോയാൽ നമ്മളുണ്ട്, പ്രശ്നമായാൽ, വിഷയമായാൽ. What is faithfulness? When the going gets tough, you do not quit. Amen. Hallelujah. It's an unwavering commitment to God and to His word, to His work, to the family and to relationships. Hallelujah. ആടി ഉലയാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയാത്ത, അൺവേവറിംഗ് ആയി സ്ഥിരമായിരിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ദൈവത്തോട്, ദൈവത്തിന്റെ വചനത്തോട്. ഈ മരിക്കേണ്ട വന്നാലും അല്ലേ, വിഷയങ്ങൾ നിമിത്തം നമുക്ക് ജയിലിൽ പോകേണ്ട വന്നാലും, നമ്മൾ സ്തോത്രം വിശ്വസിച്ച കാത്തിരുന്ന ആ അത്ഭുതം നടന്നില്ലേലും, ആ വാഗ്ദത്തം നാം പ്രാപിച്ചില്ലേലും, എന്റെ ദൈവം വിശ്വസ്തനാണ്. എനിക്കതിന്റെ കാരണങ്ങളെല്ലാം അറിയത്തില്ല, എന്തുകൊണ്ടാണ് അത് നടക്കാഞ്ഞതെന്ന്. പക്ഷേ എന്റെ ദൈവത്തിന്റെ സ്വഭാവം, അവൻ നല്ലവനാണ്, അവൻ വിശ്വസ്തനാണ്. എന്റെ ബ്രെയിൻ കൊണ്ട് എന്റെ ദൈവത്തെ അളക്കുവാൻ കഴിയുകയില്ല. I am confident about who my God is. Hallelujah. So it's an unwavering commitment. Hallelujah. എങ്ങനെയാണ് ഡാനിയലിന് സ്തോത്രം പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത്? ഡാനിയൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ, അവർക്ക് എങ്ങനെയാണ് ബാബിലോണിന്റെ മ്ലേച്ഛതകളുടെ മധ്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ, ഈ യൗവനക്കാർക്ക് പിടിച്ചു നിൽക്കുവാൻ എത്ര എളുപ്പമായിരുന്നു? ബാബിലോണിൽ എല്ലാം മദ്യമുണ്ട്, നല്ല പെൺകുട്ടികളുണ്ട്, ആസ്വദിക്കുവാൻ എല്ലാ നിലവാരത്തിലുള്ള സാധ്യതകളുള്ളപ്പോൾ ഡാനിയേലും ശദ്രക്കും മേശകും അബേദ്നെഗോ അവർ ദൈവത്തെ അറിഞ്ഞവരായതുകൊണ്ട് അവർ വിശ്വസ്തത പുലർത്തി. ആര് കണ്ടാലും ആര് കണ്ടില്ലേലും ദൈവത്തിന്റെ കണ്ണ് എന്റെ മേലുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് നമ്മെ വിശ്വസ്തന്മാരാക്കുന്നത്. നമ്മുടെ കമ്മിറ്റ്മെന്റിൽ, നമ്മുടെ വിശുദ്ധിയിൽ, നമ്മുടെ തീരുമാനങ്ങളിൽ മലിനപ്പെട്ടു പോകാതെ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത് അയ്യോ വിശ്വസ്തന. തീച്ചുള്ളിലിട്ട് കളഞ്ഞപ്പോൾ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. നീ വിടുവിച്ചില്ല എങ്കിലും അതാണ് വിശ്വസ്തത. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭാ ചരിത്രമൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ എല്ലാവരെയും ഡാനിയലിനെ പോലെയും ശദ്രക്, മേശക്, അബേദ്നെഗോയെ പോലെയും ദൈവം ഇറങ്ങി വന്ന് എല്ലാവരെയും തീച്ചുള്ളിൽ നിന്ന് ദൈവം രക്ഷിച്ചില്ല. എല്ലാവരെയും സിംഹക്കുഴിയിലൊന്നും ദൈവം രക്ഷിച്ചില്ല. ചിലരെ രക്ഷിച്ചു, ചിലരെ ദൈവത്തിന്റെ സാക്ഷിയായി അവരെ കത്തുന്ന ജ്യോതിസുകളെ പോലെ എന്നെ വിശ്വസിക്കുന്ന വിശ്വസ്തനാണ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊള്ളപ്പോൾ ആ കല്ലുകളിൽ നിന്ന് ദൈവത്തിന് സ്തേഫാനോസിനെ വിടുവിക്കാൻ കഴിയത്തില്ല. ഒരു യൗവനക്കാരനല്ലേ, ദൈവത്തിന് വേണ്ടി തീയും തീക്ഷ്ണമുള്ള വ്യക്തിയല്ലേ. ആ കല്ലേറുകളുടെ മുമ്പിൽ എന്തുകൊണ്ട് കർത്താവ് അവരെ, ഡാനിയലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് സ്തേഫാനോസിനെ വിടുവിക്കാൻ കഴിയത്തില്ലായിരുന്നോ?
11 അപ്പോസ്തലന്മാരെ ചിലരെ തലയെ അറുത്തും ക്രൂശിച്ചും അവരെ കൊന്നപ്പോൾ ഈ ദൈവത്തിന് അവരെ കാക്കുവാൻ കഴിയത്തില്ലായിരുന്നു. But it was a display. It was a display. എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും, എന്തൊക്കെ കൊടുങ്കാറ്റുകൾ വന്നാലും, എന്റെ മക്കൾ എന്നോട് വിശ്വസ്തരായിരിക്കും. ഹല്ലേലൂയ. കാൽവരി ക്രൂസിൽ കിടന്നുകൊണ്ട് അപ്പൻ വാച്ച് ചെയ്യുകയാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് പിതാവ് നോക്കുകയാണ്. കളിയാക്കുക, പരിഹസിക്കുക, തുപ്പുക, താടി വലിച്ചു പറിക്കുക, വസ്ത്രം കീറുക. ക്രൂശിൽ ഒരുവൻ കിടക്കുക. അപ്പ കഴിയെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ. ക്രൂശിൽ എന്താ കാണുന്നത്? നമുക്ക് നമ്മോടുള്ള സ്നേഹം കാണാം. പക്ഷെ അപ്പനോടുള്ള വിശ്വസ്തതയാ ആ കഷ്ടം സഹിച്ചത്, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടത്, താൻ മരിച്ചത്. മരണം കൊണ്ട് കഴിയുന്ന ഒരു ജീവിതമല്ല എന്ന് യേശുവിന് അറിയാം. അപ്പോസ്തലന്മാർക്കും ആദിമസഭയിലുള്ള വിശുദ്ധന്മാർക്കും അറിയാവുന്നതുകൊണ്ട് ഒരു കാര്യം സാധിക്കാതെ വരുമ്പോൾ വിശ്വാസത്യാഗം ചെയ്യുന്ന, യേശുവിനെ തള്ളിപ്പറയുന്ന, അതല്ല വിശ്വസ്ത. അന്ത്യകാലങ്ങളിൽ വിഷയങ്ങൾ, പീഡനങ്ങൾ, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വർദ്ധിക്കുമ്പോൾ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അന്ത്യത്തോളം നാം വിശ്വസ്തരായിരിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് സ്മിർന സഭയോട് ദൈവത്തിന്റെ ദൂത നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നിനക്ക് അല്പമേ. സ്മിർന സഭ പൈശാചിക ശക്തികളുടെ വ്യാപാരമാണ്. വലിയ പ്രതികൂലം, വലിയ പീഡനങ്ങൾ നടക്കുന്ന ഒരു സഭയാണ്. പക്ഷെ ദൈവം പറയുക, യേശു കർത്താവ് പറയുക, സഭയുടെ യജമാനൻ പറയുക, എനിക്ക് നന്നായി അറിയാം നീ എവിടെയാ പാർക്കുന്നത്. നിന്റെ പ്രവർത്തികളെ എനിക്ക് നന്നായി അറിയാം. നിന്റെ കണ്ണുകൾ നിന്റെ മുമ്പിലാണ്. നിന്റെ കണ്ണുകൾ നിന്നെ നോക്കുകയാണ്. നിനക്ക് അല്പമേ ബലമുള്ളൂ. എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. വിശ്വസ്തത. പ്രതികൂലങ്ങളുടെയും വലിയ പീഡനങ്ങളുടെയും എതിർപ്പുകളുടെയും അതിന്റെ മധ്യത്തിലാണ് അന്തിപ്പാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. അന്തിപ്പാസ്, നീ യേശുവിനെ തള്ളിപ്പറ. അന്തിപ്പാസ് പറഞ്ഞു, സാധ്യമല്ല, അവൻ എന്റെ കർത്താവ്. അന്തിപ്പാസിനെ എല്ലാവരും കൂടെ കൊന്നുകളയുവാനിടയായി. അന്തിപ്പാസെ, ലോകം മൊത്തം നിനക്കെതിരാ. അന്തിപ്പാസ് പറയുക, ലോകം മൊത്തം എനിക്കെതിരാണെങ്കിലും യേശു എന്റെ കർത്താവാണ്. ഞാൻ ലോകത്തിനെതിരാണ്. ദൈവത്തോട് വിശ്വസ്തയാണ് അന്തിപ്പാസ്. അന്തിപ്പാസിനെ കൊന്നുകളഞ്ഞു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സ്മരണയിലെ സഭയുടെ ദൂതനെ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ഞാൻ അറിയുന്നു നിന്റെ എതിരെയുള്ള കാര്യങ്ങൾ. ഞാൻ അറിയുന്നു നിന്റെ വിഷയങ്ങൾ, അറിയുന്നു നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ പ്രതികൂലങ്ങൾ. ഞാൻ അറിയുന്നു. I know thy works, tribulation, poverty, but you're rich. I know the blasphemy of those who say that they are Jews and are not, but are the synagogue of Satan. ഞാൻ അറിയുന്നു. ദൈവം പറയുക 10-ാമത്തെ വാക്യം, സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ദൈവം വിശ്വസ്തനാണ്. തന്റെ പുത്രനായ യേശുവിൽ കൂടെ അത് കാൽവരിയിൽ നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ച് കാണിച്ചു. ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ, ശുശ്രൂഷന്മാർ, അവരെല്ലാം ആ വിശ്വാസവും വിശ്വസ്തതയും അവർ പ്രദർശിപ്പിച്ച് കാണും. സ്മരണ സഭയോട് ദൈവം പറയുക, അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കും, ഉറച്ച നിൽക്കുന്ന, കോൺസ്റ്റന്റ് ആയിരിക്കുന്ന, സത്യസന്ധമായിരിക്കുന്നത്, വിഷയങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ആടി അലയാത്തവരായി, അൺവൈവറിംഗ് ആയി, കോൺസ്റ്റന്റ് ആയി, റെസല്യൂട്ട് ആയി നിൽക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് വിശ്വസ്തത. അത് ദൈവരാജ്യത്തിന് വലിയൊരു മൂല്യമാണ്, വലിയ ഒരു നിധിയാണ്. അതാണ് ഉന്നതിയിലേക്കുള്ള, ഉയരങ്ങളിലേക്കുള്ള, മാന്യതകളിലേക്കുള്ള ഒരു ദൈവത്തിന്റെ വഴി. Faithfulness brings exaltation. Faithfulness brings promotion. Faithfulness brings increase. Faithfulness brings multiplication. Hallelujah. നീ വിശ്വസ്തനായിരുന്നാൽ ദൈവത്തിന് നിന്നെ ഉയർത്തും.